ഹലോ മക്കളെ, സർക്കുലർ മോഷൻ. ഈ സർക്കുലർ മോഷനിൽ രണ്ട് ടൈപ്പ് സർക്കുലർ മോഷനാണ് ഉള്ളത്. യൂണിഫോം സർക്കുലർ മോഷനുണ്ട്, അതുപോലെ തന്നെ നോൺ യൂണിഫോം സർക്കുലർ മോഷനുണ്ട്. ഇതിനകത്ത് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്, അതായത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ലീനിയർ ആക്സിലറേഷനുണ്ട്, അതുപോലെ തന്നെ ആംഗുലർ ആക്സിലറേഷനുണ്ട്. ഈ ലീനിയർ ആക്സിലറേഷന് രണ്ട് കമ്പോണൻസാണ്: റേഡിയൽ ആക്സിലറേഷൻ ആൻഡ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആംഗുലർ ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. റേഡിയൽ ആക്സിലറേഷൻ, അതിന് നമ്മൾ മറ്റൊരു പേരൂടെ പറയും, അതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. എല്ലാ സർക്കുലർ മോഷനിലും ഉണ്ടാവും. യൂണിഫോം സർക്കുലർ മോഷനിൽ ആ ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. ഏത് ആക്സിലറേഷൻ? റേഡിയൽ ആക്സിലറേഷൻ ഓർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. നോൺ യൂണിഫോം സർക്കുലർ മോഷനിൽ റേഡിയൽ ആക്സിലറേഷനും ഉണ്ട്, ടാൻജൻഷ്യൽ ആക്സിലറേഷനും ഉണ്ട്. ഇത് രണ്ടും ലീനിയർ ആക്സിലറേഷൻ്റെ കമ്പോണൻസാണ്. ഓക്കെ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉള്ളത് കൊണ്ട് ആംഗുലർ ആക്സിലറേഷനും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഈ ആക്സിലറേഷൻസിൻ്റെ കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സർക്കുലർ മോഷനിൽ ഒരു വണ്ടർഫുൾ എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എ സ്മോൾ ബ്ലോക്ക് ഓഫ് മാസ് m സ്ലൈഡ്സ് ഡൗൺ ഫ്രം റെസ്റ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ഫ്രിക്ഷൻലെസ് സർഫസ് ഓഫ് എ ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R. The height at which the block leaves the surface of the hemisphere is. അതാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. അതിൽ ഇപ്പോൾ ഞാൻ ഹെമിസ്ഫിയർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മേലെ ഒരു ചെറിയ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അത് ഈ ഫ്രിക്ഷൻലെസ് സർഫസിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്ന് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ അങ്ങ് തെറിച്ചു പോകും. ആ തെറിച്ചു പോകുന്ന പൊസിഷനിൽ ഹൈറ്റ് എത്രയെന്നാണ് ചോദ്യം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്ത് പറയാം, നമുക്ക് ഇതാണ് ആ ഹൈറ്റ് എന്ന് പറയാം. ഇതാണ് ആ ഹൈറ്റ് h. ഓക്കെ, അതിൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇത് താഴോട്ട് വന്നത് y വിചാരിച്ചോ, y. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ മൊത്തം ഇത് എത്രയാണ്? റേഡിയസാണ്. അപ്പോൾ ഈ എച്ചിനെ നമുക്ക് എന്ത് പറയാം? h = r - y പറയാം, r - y. ഓക്കെ, ഇനി നമുക്ക് അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഇതാണ് r - y, റൈറ്റ്? അപ്പോൾ അത് നമുക്ക് എങ്ങനെ കാണാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആ മേലെ നിന്നൊരു ബോഡി താഴോട്ട് സ്ലൈഡ് ചെയ്ത് വരികയാണെങ്കിൽ നോക്കൂ, അത് ഇവിടെ എത്തുമ്പോൾ എന്താ, y താഴോട്ട് വന്നു. അപ്പോൾ അതിന് ലൂസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ mgy ആണ്. mgy അത് ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറും, അതായത് ½ mv² ആയിട്ട് മാറും. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു ½ mv² പറയാം, ½ mv². ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് മൂവിങ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R. ആ റേഡിയസ് ഉള്ള ഒരു സർക്കിളിലാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ദർ മസ്റ്റ് ബി എ ഫോഴ്സ് ഡിറക്റ്റഡ് ടുവേഴ്സ് ദ സെൻറ്റർ. അത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഓക്കെ, അതെന്താ? അത് mv²/r പറയാം. അപ്പോൾ ഇവിടെ ബോഡി ഇവിടെ എത്തുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അതിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും. അത് എത്രയാ? അത് mg ആണ്, mg, റൈറ്റ്? വെയിറ്റ്. അതിൽ ഈ ആംഗിൾ നിങ്ങൾ തീറ്റ വിചാരിച്ചോ. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്, ഇതും തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഈ mg ഉണ്ടല്ലോ, mgയെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കാം. ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഓക്കെ, ദാറ്റ് ഈസ് mg cos തീറ്റ. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് ഒരു കമ്പോണൻ്റ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു കമ്പോണൻ്റ് ഉണ്ടാവും. അത് mg സൈൻ തീറ്റ വരും, mg സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇങ്ങോട്ടുള്ള കമ്പോണൻ്റ്, ഈ കമ്പോണൻ്റ് mg cos തീറ്റ, പിന്നെ ഇങ്ങനെയുള്ള കമ്പോണൻ്റ് അത് mg സൈൻ തീറ്റ. ഓക്കെ, പിന്നെയുള്ളത് എന്താ? പിന്നെയുള്ളത് നോർമൽ റിയാക്ഷൻ ആണ്. നോർമൽ റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ദാറ്റ് ഈസ് നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഈ റേഡിയൽ ഡിറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാ? mg cos തീറ്റ ഇങ്ങോട്ടുണ്ട്, നോർമൽ റിയാക്ഷൻ അങ്ങോട്ടുണ്ട്. അത് ഒരു സർക്കിളിൽ മൂവ് ചെയ്യുന്നത് കാരണം റിസൾട്ടൻറ്റ് ഫോഴ്സ് മസ്റ്റ് ബി ഡിറക്റ്റഡ് ടുവേഴ്സ് ദ സെൻറ്റർ. സെൻറ്ററിലേക്കാവണം.
നോക്കൂ, ഇതിങ്ങനെ ഒരു സർക്കുലർ മോഷന്റെ പാർട്ടാണിത്. ഓക്കെ, ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ സർക്കിൾ, സോ ദ റിസൾട്ടന്റ് ഫോഴ്സ് മസ്റ്റ് ബി ടുവേഴ്സ് ദ സെന്റർ. ഓക്കെ, ആ സെന്ററിലേക്കുള്ള റിസൾട്ടന്റ് ഫോഴ്സ് എന്താ? എം ജി കോസ് തീറ്റ. നോക്കൂ, എം ജി കോസ് തീറ്റ ടുവേഴ്സ് ദ സെന്റർ മൈനസ് നോർമൽ റിയാക്ഷൻ. ഓക്കെ, നോക്കൂ, ഇങ്ങോട്ടുള്ള എം ജി കോസ് തീറ്റ, അങ്ങോട്ട് നോർമൽ റിയാക്ഷൻ. അപ്പം നെറ്റ് ഫോഴ്സ് ടുവേഴ്സ് ദ സെന്റർ എന്താ? എം ജി കോസ് തീറ്റ മൈനസ് എൻ. ഓക്കെ, ഇതാണ് നെറ്റ് ഫോഴ്സ് ടുവേഴ്സ് ദ സെന്റർ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പറയാം, എം വി സ്ക്വയർ ബൈ ആർ. സി, നോർമൽ റിയാക്ഷൻ ഉണ്ടല്ലോ, ഈ ബോഡി സർഫസുമായിട്ട് എത്രത്തോളം കാലം കോണ്ടാക്റ്റിലുണ്ടോ അത്രത്തോളം കാലം ഈ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ this normal reaction will become zero when it loses contact. ആ ബോഡിക്ക് കോണ്ടാക്ട് നഷ്ടപ്പെടുമ്പോഴാണ് നോർമൽ റിയാക്ഷൻ സീറോ ആവുക. ഈ കോണ്ടാക്ട് നഷ്ടപ്പെട്ട് ഇത് തെറിച്ച് പോകുന്നത് എവിടെ നിന്നാണ് കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? നോർമൽ റിയാക്ഷൻ എവിടെ വെച്ച് സീറോ ആവുക അവിടെ വെച്ചാണ് ഇത് തെറിച്ചു പോവുക. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട പൊസിഷൻ എന്താണ്? വേർ ദ നോർമൽ റിയാക്ഷൻ ബിക്കം സീറോ. ഓക്കെ, അപ്പം നമ്മളിവിടെ n ഈക്വൾ ടു 0 കൊടുത്താൽ മതി. n ഈക്വൾ ടു 0 കൊടുക്കുകയാണെങ്കിൽ നോക്കൂ, നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇവിടെ എം ജി ഉണ്ട്, എം ജി. ഓക്കെ, പിന്നെ കോസ് തീറ്റ. കോസ് തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കുക. ഈ ട്രയാങ്കിളിൽ നോക്കൂ, ഈ ആംഗിളാണ് തീറ്റ. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡാണ് ഇത്. അതെന്താ? ആർ മൈനസ് വൈ. ഹൈപ്പോട്ടെന്യൂസ് എന്താ? ഇത് ആറാണ്. അപ്പോൾ കോസ് തീറ്റ പറഞ്ഞ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടെന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആർ മൈനസ് വൈ ഡിവൈഡഡ് ബൈ ആർ. അപ്പം എം ജി ഞാൻ എഴുതി. ഇനി കോസ് തീറ്റ എഴുതണം. കോസ് തീറ്റ എഴുതുക പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ആർ മൈനസ് വൈ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അപ്പോൾ എം ജി കോസ് തീറ്റ. പിന്നെ നോർമൽ റിയാക്ഷൻ സീറോ ആവണ പൊസിഷനാണ് കാണണ്ടേ? അപ്പോൾ n ഈക്വൾ ടു 0 കൊടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, അപ്പോൾ ആറ് ഞാൻ താഴെ എഴുതി. ഇനി മേലെ എം വി സ്ക്വയർ എഴുതണം. അതിന് നമുക്ക് ഇവിടെ നോക്കൂ, എം ജി വൈ ഈക്വൾ ടു ഹാഫ് എം വി സ്ക്വയറാണ്. അപ്പോൾ എം വി സ്ക്വയർ എന്താ? 2 എം ജി വൈ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളിവിടെ കൊടുക്കുക, 2 എം ജി വൈ, 2 എം ജി വൈ. റൈറ്റ്, അപ്പോൾ അതിൽ നോക്കൂ, ഇവിടെ ആറുണ്ട്. റൈറ്റ്, ഇവിടെ ആറുണ്ട്, അത് കളയാം. റൈറ്റ്, ഓക്കെ, ഈ ആറും ഈ ആറോട് കളഞ്ഞോളൂ. റൈറ്റ്, ഇനി നമുക്ക് എന്ത് പറയാമെന്നറിയോ? നോക്കൂ, ഇവിടെ എം ജി ഉണ്ട്, ഇവിടെയും നിങ്ങൾക്ക് എം ജി ഉണ്ട്, അത് കളയാം. റൈറ്റ്, ഇനി നോക്കൂ, ഈ ആർ മൈനസ് വൈയിൽ മൈനസ് വൈ അങ്ങോട്ട് പോകുമ്പോഴെന്താവും? പ്ലസ് വൈ ആവും. ഓൾറെഡി അവിടെ 2y ഉണ്ട്, പ്ലസ് വൈ വരുമ്പോഴെന്താവും? ഇത് 3y ആവും. ലെഫ്റ്റ് സൈഡിൽ ആർ വരും. അപ്പോൾ y ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ 3 വരും, ആർ ബൈ 3. ഓക്കെ, നോക്കൂ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മൊത്തം ഹൈറ്റ് ആറാണ്. മൊത്തം ഹൈറ്റ് ആർ. ഓക്കെ, മൊത്തം ഹൈറ്റ് ആർ വരും. അതിൽ നോക്കൂ, ഇവിടം വരെയുള്ളത് ഇത് ആർ ബൈ 3 ആണ്. ഈ ഡിസ്റ്റൻസ് ആർ ബൈ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇത് എത്ര വരും? ആറിൽ നിന്ന് ആർ ബൈ 3 പോയി കഴിഞ്ഞാൽ എന്ത് വരും? 2r ബൈ 3 വരും. അതായത് നമ്മളോട് ചോദിക്കുന്നത് ഈ ഹൈറ്റ് ആണ്. ഈ ഹൈറ്റാണ് ചോദിക്കുന്നത്. ആ ഹൈറ്റ് h ഈസ് ഈക്വൽ ടു എന്താ? 2/3r എന്നാണ് വരിക. 2/3r. ഓക്കെ, അപ്പോൾ 2r/3 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ ആൻസർ വരിക, 2r/3. ഓക്കെ, അപ്പോൾ മേളിൽ നിന്ന് തുടങ്ങി r/3 താഴെ എത്തുമ്പോഴാണ് ഇത് തെറിച്ചു പോവുക. ഒരു ഹെമിസ്ഫിയർ ആണെങ്കിൽ തെറിച്ചു പോകുന്ന പോയിന്റിലേക്ക് നോക്കൂ, ഈ ഫ്ലാറ്റ് സർഫസിൽ നിന്നുള്ള ഹൈറ്റ് എത്രയാണ്? 2r/3. ഇനി അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്നറിയോ? ആ തീറ്റ എത്രയാണ്? ഓക്കെ, അതായത് ഈ കോണ്ടാക്ട് നഷ്ടപ്പെട്ട് ബോഡി തെറിച്ചു പോകുന്ന സമയത്ത് ആ ബോഡിയുടെ റേഡിയൽ പൊസിഷൻ, അതായത് റേഡിയസ് വെക്ടർ വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര? തീറ്റ എത്ര ആണ്? അത് നമുക്ക് നോക്കാം. അതിൽ നോക്കൂ, ഇവിടെ തീറ്റ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാം? കോസ് തീറ്റ ഈക്വൽ ടു ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുക. ഈ ട്രയാങ്കിളിൽ കോസ് തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എച്ച് ആണ്. എച്ച് ഡിവൈഡഡ് ബൈ ആർ, അതാണ് കോസ് തീറ്റ, എച്ച് ബൈ ആർ. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ എച്ച് ബൈ ആർ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ നിന്ന് ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 2/3 വരും.
കോസ് തീറ്റ ഈക്വൽ ടു 2/3 വരും. 2/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 2/3 പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതറിയാം, ദാറ്റ് ഈസ് 0.66 ഇങ്ങനെ വരും. 1/3 പറഞ്ഞാൽ 0.3333 ഇൻറ്റു 2 ആണ്, 0.6666 വരും. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്താ കൊസൈൻ, ഇത് പെടുന്ന നോക്കാം. നിങ്ങൾ MCQ ആണെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ 42 ഡിഗ്രി, 46 ഡിഗ്രി, 48 ഡിഗ്രി അങ്ങനെ ഉണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓപ്ഷൻസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കൂ, ഈ 0.666 ആണ് വരുന്നത്. അതിൽ cos 45 പറഞ്ഞാൽ 1/√2 ആണ്, എല്ലാവർക്കും അറിയാം. അത് 0.707 ആണ്. cos 45 1/√2. ഓക്കെ. പിന്നെ ഉള്ളത് എന്താണെന്നറിയോ? cos 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/2 ആണ്. 1/2 പറഞ്ഞു കഴിഞ്ഞാൽ അത് 0.5 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 0.66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5നും 0.7നും ഇടയ്ക്കാണ്. അപ്പോൾ നോക്കൂ, 45നും 60ക്കും ഇടയ്ക്കാവും. മാത്രമല്ല ഇവിടെ നോക്കൂ, 0.66 അങ്ങനെ വരുന്നത്. ഒരു ഡെസിമൽ പോയിന്റിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇത് 0.7 ആണ്. ഒരു ഡെസിമൽ പോയിന്റിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ 0.7 മീൻസ് ഇറ്റ് ഈസ് ക്ലോസ് ടു cos 45. ക്ലോസ് ആണ്. ഓക്കെ. ഇനി നിങ്ങൾ തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തീറ്റ കൂടുമ്പോൾ കോസ് തീറ്റ എന്താ ചെയ്യുക? തീറ്റ കൂടുമ്പോൾ കോസ് തീറ്റ കുറയുക ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, cos 45 0.7 ആണ്. ആ 0.7നേക്കാൾ അല്പം കുറവാണിത്, 0.666. അപ്പോൾ ഈ ആംഗിൾ തീറ്റ എന്നുള്ളത് 45നേക്കാൾ അല്പം കൂടുതലാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി 48 ഡിഗ്രി. അത് നിങ്ങൾ കാണണ്ട. കാരണം എന്താണെന്ന്, ഈ ഓപ്ഷൻ 4 ഉണ്ടാവും. അതുണ്ടാവുന്നത് ഇപ്പോൾ 42 ഡിഗ്രി, 46 ഡിഗ്രി, 48 ഡിഗ്രി അങ്ങനെയൊക്കെ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഈ 45നേക്കാൾ അല്പം കൂടുതലുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അത് എന്താ 48 ഡിഗ്രിയാണ്. ഓക്കെ. ഇതുപോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കൺസെപ്റ്റ്സ് ക്ലിയർ ആവുന്ന ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ധാരാളമുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പെട്ടെന്ന് സോൾവ് ചെയ്യുന്നത്, തെറ്റാതെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഷോർട്ടസ്റ്റ് പോസിബിൾ മെത്തേഡിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്തോളൂ. താങ്ക് യു.